കമ്മിറ്റിയിലെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ലൈംഗിക അതിക്രമണങ്ങൾ ആരോപിക്കപ്പെട്ട താരങ്ങളുടെ ട്രോളാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ളത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് പറയുന്നവർക്കും വമ്പൻ ട്രോളാണ് വരുന്നത്. ഈ അമ്മയിലെ ഇടവേളയില്ലാത്ത ഇടവേള ബാബുവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കത്തുന്ന താരം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇടവേള ബാബുവിൻ്റെ ഈ റീല് ഒന്നും കൂടി നമുക്ക് കാണാം. ഒരു മൂവിയുടെയും പിന്നീട് നമ്മുടെ ഷാലിൻ സോയായി എടുത്തിട്ടുള്ള ഒരു റീലുമാണ് വൈറലാകുന്നത്. വീഡിയോ ഇതിനോടകം തന്നെ വൈറലാവുകയും നിരവധി പേര് ഇതിന് താഴെ കമന്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലും ഇട്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് ആണ് വന്നിരിക്കുന്നത്. ഷൂട്ടിങ്ങിന്റെ തിരക്കായതുകൊണ്ട് തന്നെ ഇത് ബാബു അണ്ണൻ കാണാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ യാതൊരുവിധ ടൈമുമില്ല. അമ്മയിലെ ഈ പ്രശ്നങ്ങൾ സംസാരിക്കാൻ പോലും സമയമില്ല, പിന്നല്ലേ റീല്. എന്നാൽ ഷാലിൻ സോയ ഇതിനോടകം തന്നെ രംഗത്ത് വന്നു. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് പണ്ടെപ്പോഴോ ആ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു ഈ ഒരു സോങ്. അത് വെച്ച് ഒരു ടിക്ടോക്ക് വീഡിയോ എടുത്തു. ആ വീഡിയോ കൃത്യമായി ആ സമയത്ത് തന്നെ വൈറലാക്കുന്നത് സൈബർ അബ്യൂസിൻ്റെ മറ്റൊരു ലെവലല്ലേ? ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറയൂ? ഞാനൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്താൽ വീണ്ടും എന്നെ ട്രോൾ ചെയ്യാൻ ആയിരിക്കും ആൾക്കാർ ഉണ്ടാവുക. പേരില്ലാത്ത മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ട് കുറേ എണ്ണം ഉണ്ട്. എല്ലാവരെയും ഞാൻ വെറുക്കുന്നു എന്നായിരുന്നു ഷാലിൻ സോയ ട്രോളർമാർക്ക് നൽകിയ മറുപടി എന്ന് പറയുന്നത്. ഈ മറുപടി നൽകിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിലൂടെയാണ് താരം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഷാലിനെ സപ്പോർട്ട് ചെയ്ത് പലരും രംഗത്ത് വരുന്നുണ്ട്. ഈ ഷാലിൻ സോയയുടെ വിഷയം അല്ലെങ്കിൽ ഇടവേള ബാബുവായിട്ടുള്ള വീഡിയോ കത്തി നിൽക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല മറ്റൊരു ആളുടെ വീഡിയോയും കൂടി വരുന്നുണ്ട്. അതായത് ജയസൂര്യയുടെ വീഡിയോകളും ട്രോളുകളും. അമ്മയിൽ നടന്ന സംഭവ വികാസങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മലയാള താരനിരയിലെ പല വമ്പന്മാരും വീണിരുന്നു. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറക്കുന്ന മറ്റൊരു വീഡിയോ ആണ് ജയസൂര്യയുടേത്. കഴിഞ്ഞ ദിവസം മൗനം വടിഞ്ഞ് ജയസൂര്യ രംഗത്തെത്തിയിരുന്നു. അതായത് എല്ലാ ആരോപണങ്ങൾക്കും പിന്നിൽ തനിക്ക് നേരെ ഉയർന്നത് വ്യാജ ആരോപണമാണെന്നും നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണെന്നുമാണ് നടൻ ജയസൂര്യ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിക്കുറിപ്പിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്: പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, പാപികളുടെ നേരെ മാത്രം എന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. വ്യാജ ആരോപണങ്ങൾ തനിക്കും കുടുംബത്തിനും വേദനയുണ്ടാക്കിയെന്നും പറയുന്നു. അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് നടൻ്റെ ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടിയായിരുന്നു. ആ ഒരു ജന്മദിന ദിവസം തന്നെയാണ് അദ്ദേഹം ഈ ഒരു കാര്യം ദുഃഖപൂർണ്ണമാക്കി, അല്ലെങ്കിൽ കുടുംബത്തിന് വേദനിച്ചു, ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഫേസ്ബുക്ക് കുറിപ്പ് ഇറക്കുന്നത്. സത്യം ധരിക്കുമ്പോഴും നുണ ലോകസഞ്ചാരം പൂർത്തിയായിരിക്കും എന്നാണല്ലോ. എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണെന്നും ജയസൂര്യ കുറിച്ചിരുന്നു. എന്നാൽ ജയസൂര്യക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഒരു വ്യക്തിയുടെ മാത്രമല്ല, പല നടിമാരാണ് ഇപ്പോൾ ജയസൂര്യക്കെതിരെ രംഗത്ത് വരുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ട്രോളന്മാർക്ക് ഒരു അന്തിമമില്ലാത്തത് കൊണ്ട് അവർ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എത്ര പിടിച്ചു കെട്ടാൻ നോക്കിയാലും ട്രോളന്മാർ അടങ്ങിയിരിക്കില്ല. എന്നാൽ ഇങ്ങനെ ഈ ഷാലിൻ സോയയുടെയും ജയസൂര്യയുടെയൊക്കെ വീഡിയോ വരുമ്പോൾ ട്രോളന്മാർക്ക് മറുപടി നൽകാതെ അമ്മയിലെ ഈ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഇത്രത്തോളം കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീകൾക്കെതിരെയുള്ള ഈ ലൈംഗിക അതിക്രമണം. അതിൽ പോയി യാതൊരുവിധ പ്രതികരണവും നടത്താതെ ഇത്തരം ട്രോളന്മാർക്ക് മാത്രം മറുപടി കൊടുത്ത് ഒതുങ്ങിയാൽ മതിയോ? അല്ലെങ്കിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ പാപികളുടെ കൂടെ മാത്രം നിൽക്കുകയാണെങ്കിൽ ജയസൂര്യ ആ തെറ്റ് ചെയ്തില്ലേ എന്നതാണ് എൻ്റെ അവസാനത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ജയസൂര്യ തന്നെ സമ്മതിക്കുന്നു ജയസൂര്യ ആ ഒരു തെറ്റ് ചെയ്തു എന്ന്. പാപിയാണെങ്കിൽ ആ തെറ്റ് ചെയ്തു എന്നല്ലേ അതിനർത്ഥം.